ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. RRB NTPCയുടെ +2 യോഗ്യതയുള്ളവർക്ക്, അതായത് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അതായത് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം ആൾക്കാരെ വളരെ തവണ വിളിച്ച് ചോദിച്ചിരുന്നു +2ൻ്റെ സമയമായിട്ടുണ്ടോ. അതായത് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. +2 ആണ് ഇതിൻ്റെ മിനിമം യോഗ്യത. +2 മുതൽ മുകളിലോട്ട് ഏത് യോഗ്യതയുള്ളവർക്കും ബിരുദത്തിൻ്റെ PG ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 20/9/2024 അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഇടാനുള്ള പോർട്ടൽ ഓപ്പൺ ആവുന്ന 21-ാം തീയതി ആയിരുന്നു. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഇതിൽ ആപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കാം. നിലവിൽ നമുക്കിന്ന് ഇടാവുന്നതാണ്. ഇനിയും ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്, ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 20/10/2024 20/10/2024. അതായത് എന്നാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അന്ന് തന്നെ ഒരു മാസമാണ് റെയിൽവേ നമുക്ക് സമയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇത് ക്ലോസ് ആവും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പം 20/10/2024 ഒക്ടോബർ 20-ാം തീയതി ഇതിൻ്റെ അവസാന ഡേറ്റ് കഴിയും. അപ്പോൾ അവസാന സമയം വരെയൊന്നും ഇരിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പം RRB NTPC ഗ്രാജുവേറ്റ് ലെവലിന് വേണ്ടി നിങ്ങൾ ഓൺലൈൻ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇത് വഴി തന്നെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാവുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതങ്ങ് ചെയ്തു പോവുക. ഇനിയും ഈ ആപ്ലിക്കേഷനിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷനുകൾ നടത്തുവാനുള്ള ഡേറ്റ് 23/10/2024 മുതൽ 1/11/2024 വരെ തരുന്നുണ്ട്. അതായത് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ പരീക്ഷകളിലൊന്നും നമുക്ക് സോണുകളൊന്നും മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന RRBകൾ, സോണല്ല RRBകൾ എപ്പോഴും ജുഡീഷ്യസ് ആയിട്ട് തന്നെ എടുക്കുന്നത്, പിന്നീട് മാറ്റാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പരും ഒപ്പം തന്നെ ഇമെയിൽ ID മാറ്റാൻ പറ്റില്ലെന്ന് റെയിൽവേ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളിതിൽ വരുത്തുന്ന റെയിൽവേ ഒരു എമൗണ്ടും ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു തവണ നടത്തുന്ന കറക്ഷൻ അവർ അതിൻ്റെതായ രീതിയിലുള്ള എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 250 അടുത്തുള്ള എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ തെറ്റ് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കുള്ള തസ്തികകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ഇത്രയും തസ്തികകളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഇപ്പം ഗ്രാജുവേറ്റ് ലെവൽ തസ്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എണ്ണം കുറവാണ്, തസ്തികളുടെ എണ്ണവും കുറവാണ്. അതുപോലെ തന്നെ പോസ്റ്റുകളുടെ ടോട്ടൽ റിക്രൂട്ട്മെൻറ്റ് തസ്തികളുടെ എണ്ണവും കുറവാണ് എല്ലാ RRBകളിലും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളായിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസ്, വേക്കൻസികളുടെ ഡീറ്റെയിൽസ് ആണ്. ഇത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. അതായത് +2 ആണ് യോഗ്യത. പഴയ പ്രീ ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യത. ഈ ഒരു 12th യോഗ്യത എന്ന് പറഞ്ഞാൽ +2 മാത്രമല്ല, ഈ ഒരു +2ന് തതുല്യമായ എല്ലാ യോഗ്യതകളും റെയിൽവേ ഇതിന് ഇക്വലൻസി ആയിട്ട് പരിഗണിക്കുന്നതാണ്. അതായത് രാജ്യത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏത് ഒരു സർട്ടിഫിക്കറ്റ് +2ന് തതുല്യമായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ റെയിൽവേ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. VHSC ഉൾപ്പെടെ എല്ലാത്തിനും അവർ കൺസിഡർ ചെയ്യുന്നവർക്കും ആ ഒരു ലെവലിന് മുകളിലോട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് തസ്തിക എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. ഇതിൻ്റെ ലെവൽ 7th CPC പ്രകാരം ലെവൽ പേ ബാൻഡ് 3 ആണ് വരുന്നത്. ഇതിന് ഇനിഷ്യൽ പേ ആയിട്ട് 21,700 വരെ വരുന്നുണ്ട്. ഇതിന് മെഡിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B2 ആണ്. നിങ്ങളത് നോക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ B2 ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് 18 മുതൽ 30 വയസ്സ് വരെയാണ് നോർമൽ കേസിൽ. ഇത്തവണ അത് 3 വർഷം കൂടി എന്ത് വരുന്നുണ്ട്, കൂട്ടി തരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കോവിഡാണ്. നമ്മൾ ബിരുദതലത്തിൽ കണ്ടതുപോലെ തന്നെ, അതായത് ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു 3 വർഷത്തെ അധികം റിലാക്സേഷൻ എല്ലാവർക്കും ഇവർ തരുന്നു എന്നുള്ളത്, അതായത് റെയിൽവേ തരുന്നു എന്നുള്ളത് രാജ്യത്തെ എല്ലാ സർവീസുകൾക്കും ഉണ്ടായിരുന്നു. റെയിൽവേ ഇപ്പോഴാണ് പരീക്ഷ എക്സാം നടത്തുന്നതുകൊണ്ടാണ് ഈ ഒരു ഇളവ് നമുക്ക് തരുന്നത്. അടുത്തത് അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ് ആണ്. ഇത് ലെവൽ 2 ആണ്. പേ ബാൻഡ് 2 ലെവലിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 19,900 ഇതിൻ്റെ ഇനിഷ്യൽ സാലറി വരുന്നത്. ഇനിയും ഇതിൻ്റെ മെഡിക്കൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ C2 കാറ്റഗറിയാണ്. C2 കാറ്റഗറിയുള്ള മെഡിക്കലാണ്. അതിൽ വിഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ അടുത്ത കാര്യങ്ങൾ ഡീറ്റെയിൽ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെയാണ് 33 ആണ്. ഇനിയും വേക്കൻസികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് 2022 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഇനിയും അക്കൗണ്ട് ടൈപ്പിസ്റ്റിൻ്റെ ആണെങ്കിൽ 361 വേക്കൻസിയാണ്. ഇനി ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ഇതിലെല്ലാം നേരത്തെ പറഞ്ഞ അതേ പേ സ്കെയിലും പേ ബാൻഡുമാണ് വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡും സെയിം തന്നെയാണ്, ഏജും സെയിം തന്നെയാണ്, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ഇതിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 990 വേക്കൻസിയാണ്. ഓൾ ഓവർ ഇന്ത്യ ആണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും അടുത്തത് ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഇത് പേ ബാൻഡ് 2-ൽ തന്നെ വരുന്നതാണ്. സെയിം സാലറി, സെയിം കാറ്റഗറി തന്നെയാണ്. പക്ഷേ ഇവിടെ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 ലെവലിലായിരിക്കണം. എന്താണെന്ന് പറഞ്ഞുതരാം. A3 ലെവലിലായിരിക്കണം. ഇനിയും ഇതിൻ്റെ പോസ്റ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 72 അങ്ങനെ ആകെ മൊത്തം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം +2 യോഗ്യതയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള തസ്തികകളുടെ മൊത്തം എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3445 ഇന്ത്യയിലെ മുഴുവൻ RRBകളിലൂടെയും മൊത്തം എണ്ണമാണ് 3445 എന്നുള്ളത്. ഇനിയും അടുത്തത് നമ്മൾ പ്രായപരിധിയിലേക്ക് പോവുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ ഇതിൻ്റെ പ്രായപരിധി 30 ഇപ്പോൾ എന്ത് പറ്റി, അതിനൊരു ഇളവ് കൂടി വന്നിട്ടുണ്ട്, 33 അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ആർക്കൊക്കെ കിട്ടും? SC STക്കും OBCക്കും പിന്നെ എക്സ് സർവീസ്മാൻ ആ ഒരു കാറ്റഗറിക്ക് എല്ലാം ആനുപാതികമായിട്ടുള്ള ഇളവ് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ ഇത് പ്രകാരം റിസർവേഷൻ ഒന്നുമില്ലാത്തവരും EWS ആണെങ്കിലും, അതായത് റിസർവേഷൻ ഒന്നുമില്ലാത്ത ജനറൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും എക്കണോമിക്കലി വീക്കർ എന്നുള്ള റിസർവേഷൻ ഉള്ളവരാണെങ്കിലും അവരുടെ ഇപ്രകാരമുള്ള കോൺടസ്റ്റ് പ്രകാരം 2/1/1992 ജനിച്ചു കഴിഞ്ഞവർ, അതായത് 2/1/92 മുതൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. ഇനി OBC നോൺ ക്രിമീലിയർ, OBC ആയിട്ട് കാര്യമില്ല, അവർ നോൺ ക്രിമീലിയർ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർ 2/1/1989 മുതൽ ജനിച്ചവർക്ക് 2/1/1989 മുതൽ ജനിച്ചവർക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇനി SC ST ആണെങ്കിൽ അത് 2/1/1987 മുതൽ ജനിച്ചവർക്ക് പറ്റും. അതായത് 1/1/1987 ജനിച്ച ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 2/1/1987 മുതൽ അപ്ലൈ ചെയ്യാൻ ബാധകമാണ്. അപ്പം ഈ ഒരു ബോധം, ഈ ഒരു കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഈ ഒരു വാല്യൂ ഒന്ന് അസസ് ചെയ്താൽ മതി. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് എല്ലാവർക്കും 3 വർഷം വീതം എക്സംഷൻ വന്നിട്ടുണ്ട്. എല്ലാ കാറ്റഗറിക്കും, ജനറലിന് മാത്രമല്ല എല്ലാ കാറ്റഗറിക്കും 3 വർഷം എക്സംഷൻ നൽകിയിട്ടുണ്ട്. ഇനിയും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് അറിയേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ടാവും. ഇതിനുശേഷം CBT 2 ഉണ്ടാവും. ദെൻ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അത് പ്രത്യേകിച്ചും ഈ ക്ലർക്ക് പോസ്റ്റുകൾക്ക് മുഴുവൻ മസ്റ്റായിട്ട് ഉള്ളതാണ്. ഈ ഒരു സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും. ഇതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? റെയിൽവേയിലൊരു നിയമനം കിട്ടുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും നിലവിൽ CBT 1-ഉം CBT 2-ഉം ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് ബാധകം എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിൽ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് പേ ബാൻഡ് 3 വരുന്നതാണ്. അതിൽ CBT 1 കോമൺ ആണ്, CBT 2-ഉം കോമൺ ആണ്. പക്ഷേ ഇവർക്ക് ടൈപ്പിംഗ് സ്കില്ല് ടെസ്റ്റ് ഇല്ല. അതായത് അവർ ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഇല്ല. പക്ഷേ അവർക്ക് മെഡിക്കൽ കാറ്റഗറിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്തത് അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ്. ഈ ഒരു കോൺടസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ പേ ബാൻഡ് കുറച്ച് കുറവാണ്, 2 ഇവിടെയും CBT 1-ഉം CBT 2-ഉം സെയിം ആണ്. പക്ഷേ അധികമായിട്ട് ഇവർക്ക് ടൈപ്പിംഗ് സ്കില്ല് കൂടി വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ അക്കൗണ്ടന്റ് ക്ലർക്കിൻ്റെ അതേ പേ ബാൻഡ് തന്നെയാണ്. ഇവിടെയും CBT 1-ഉം CBT 2-ഉം ഉണ്ട്. അവർക്കും എന്തുണ്ട്? ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ 4 തസ്തികകളിൽ 2 മസ്റ്റായിട്ടും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത 4ാമത്തെ തസ്തികയുടെ പേരാണ് ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെയും പേ ബാൻഡ് 2 തന്നെയാണ്. CBT 1-ഉം CBT 2-ഉം ഉണ്ട്. ബട്ട് എന്തില്ല? സ്കിൽ ടെസ്റ്റ് ഇല്ല. സ്കിൽ ടെസ്റ്റ്, ഈ ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇവിടെ ഇല്ല, അവർക്ക് ബാധകമല്ല. അപ്പം ഇതിൽ ഏതൊക്കെ ടെസ്റ്റിനാണ്? അക്കൗണ്ട് ക്ലർക്കും ടൈപ്പിസ്റ്റിനും ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റിനും എന്തുണ്ട്? ഈ ഒരു സ്കിൽ ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഇനിയും മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ്. നമ്മൾ ആദ്യം ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളുടെ ലെറ്റേഴ്സ് അവിടെ പറഞ്ഞിരുന്നു. അത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ഫൈൻഡ് ചെയ്യാനാണ്. അല്ലെങ്കിൽ അന്നുകൂടെ അവിടെ പോയി നിങ്ങൾ കളക്ട് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. അതിൽ A3 എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ അതായത് നിങ്ങൾ ഫിസിക്കലി എന്തായിരിക്കണം? ഫിറ്റ് ആയിരിക്കണം എന്ന് കരുതി ഓവർ 1 ആ ഒരു കാറ്റഗറി ഒന്നും അല്ല. ഫിസിക്കലി നിങ്ങൾ ഓവർ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് ആദ്യത്തെ കണ്ടീഷനാണ്. അടുത്തത് നിങ്ങളുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ഡിസ്റ്റൻസ് വിഷൻ 6/9-ഉം 6/9 2 കണ്ണിനും 6/9 ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയാണ്? വിത്തൗട്ട് ഗ്ലാസ്, പവർ ഉള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള
ഒരു കാറ്റഗറിയിലായിരിക്കണം വരുന്നത്. ഇനിയും ഗ്ലാസ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് 2Dക്ക് മുകളിലേക്ക് എക്സീഡ് ചെയ്യാനും പാടില്ല. ഇനി നിയർ വിഷൻ്റെ കോൺട്രാസ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കണം? 0.6 രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതും എന്താണ്? ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനിയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കളർ ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കണം. ഇനിയും ഒപ്പം തന്നെ നൈറ്റ് വിഷൻ ഉണ്ടായിരിക്കണം, ആൻഡ് മയോപിക് വിഷൻ, അങ്ങനെയുള്ള കുറേ വിഷനുകളുണ്ട്. അതായത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ടെസ്റ്റുകൾ നിങ്ങൾ വിധേയരാകേണ്ടി വരും. ഇതൊക്കെ പാസ്സായെങ്കിൽ മാത്രമേ A3 കാറ്റഗറിയുള്ള തസ്തികയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയുള്ളൂ എന്നുള്ളത് ഒന്നുകൂടി ഞാൻ എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിക്കലി അത് കണ്ണിൻ്റെ കാര്യത്തിൽ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യും. മാത്രമല്ല ഇതൊരു സേഫ്റ്റി വേസൈഡ് പോസ്റ്റുകളിലാണ് ഈ ഒരു കാറ്റഗറി ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുന്നത്. ഇനിയും B2 കാറ്റഗറിയാണ്. B2 കാറ്റഗറിയിൽ ഫിസിക്കലി ഫിറ്റ് ഓൾ റെസ്പെക്ട്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് മസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ഇനിയും ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ 9/6, 12/6 അത് രണ്ട് കണ്ണിൻ്റെ രണ്ട് രീതിയിൽ പറയുന്നു. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെയോ ഈ ഒരു വിഷൻ നിങ്ങൾ അറ്റൈൻ ചെയ്തിരിക്കണം. ഇനിയും ഈ ഒരു ഗ്ലാസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 4Dക്ക് മുകളിൽ കൂടാൻ പാടില്ല. വിഷൻ്റെ പവർ 4Dക്ക് മുകളിൽ കൂടാൻ പാടില്ല. ഇനി നിയർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം. ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെ ആയിരിക്കണം. ഇനിയും ഇവിടെയും ധാരാളം ടെസ്റ്റുകളുണ്ട്. ബൈനോക്കുലർ വിഷൻ പോലെയുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമേ ഈ ഒരു B2 കാറ്റഗറിയിൽ നിങ്ങൾ സെലക്റ്റഡ് ആവുകയുള്ളൂ. അടുത്തത് C2 ആണ്. C2 കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാ കാറ്റഗറിയിലും പറയുന്നുണ്ട്. ഇനി ഇവിടെ വിഷൻ എന്ന് പറഞ്ഞാൽ 12/6 ആണ്. അതായത് ഡിസ്റ്റൻസ് വിഷൻ 12/6 ആണ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. നിയർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ആണ്. SN 0.6 ആണ്. കമ്പൈൻഡ് വിത്ത് ഓർ ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെയാണ്. ഇനി എന്ന് പറയുന്നത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ റീഡിങ് ഓർ ക്ലോസ് വർക്ക് റിക്കവർ അങ്ങനെയുള്ള ഇതിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൈൽഡായിട്ടുള്ള ഐ ടെസ്റ്റ് മാത്രമേ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇനി അടുത്തത് എക്സാമിനേഷൻ ഫീ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ജനറൽ കാറ്റഗറിക്ക്, അതായത് ഇവിടെ ഓൾ ദ കാൻഡിഡേറ്റ്, അതായത് ഏതൊക്കെ കാറ്റഗറിയിലാണ് SC ST വുമൺ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ട് 500 രൂപയാണ് ഫീസ് സ്ട്രക്ചർ. നിങ്ങൾ ഈ എക്സാം CBT 1 അറ്റംപ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ 500-ൽ നിന്ന് 400 രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് വരും എന്നുള്ളതാണ് ഇവിടുത്തെ റിയാലിറ്റി. അതായത് നെറ്റ് എഫക്റ്റ് 100 റുപ്പീസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിനായിട്ട് പേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും PW ഫിസിക്കലി ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് ഇങ്ങനെ പറയുന്ന കുറേ കാറ്റഗറി ഉണ്ട്. SC ST ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാറ്റഗറി ഉണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ പറയുന്ന കുറേ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, ഇവർക്കൊക്കെ ഫീസ് വന്ന് 250 ആണ്. ഈ 250 രൂപ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് കിട്ടും. ഒന്നും തന്നെ പോകില്ല. മറ്റേ ആദ്യത്തിൽ 100 രൂപ പിടിക്കുന്നുവെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് യാതൊരുവിധ തുകയും കട്ടാവില്ല. മുഴുവൻ തുകയും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിൽ നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് IFSC കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ അവർ എക്സാം കഴിഞ്ഞ് റീഫണ്ട് ചെയ്തിരും. പക്ഷേ മസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. പരീക്ഷയ്ക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടില്ല. ഇനിയും RRB വൈസ് വേക്കൻസികളൂടെ നമ്മൾ നോക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് മൊത്തത്തിൽ 112 വേക്കൻസിയാണുള്ളത്. ചെന്നൈയിലേക്ക് വരുമ്പോൾ 194 ആണ്. ബാംഗ്ലൂരിൽ 60 ആണ്. RRB സെക്കൻഡറാബാദ് 89 ആണ്. മുംബൈയിൽ 699 ആണ്. ഇത്രയും വേക്കൻസികളാണ് ഇവിടെ നമ്മൾ ഓരോരോ RRBകൾ എടുക്കുമ്പോൾ ഉള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് RRB ചൂസ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് അടുത്തുള്ള RRBകളുടെ വേക്കൻസി നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം RRB NTPCയുടെ കോഴ്സ് വിജയകരമായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴിയാണ്. ഓൺലൈനും ഒപ്പം തന്നെ ലൈവ് ക്ലാസ് നമ്മൾ നൽകുന്നുണ്ട്. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ് തരുന്നത്. നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി തന്നെ നിങ്ങൾക്ക് കോഴ്സ് സ്വന്തമാക്കാൻ പറ്റും. എത്രയും പെട്ടെന്നൊരു ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.